To my channel, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സിമ്പിൾ ആൻഡ് ഈസി മേക്കപ്പ് ലുക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ എന്തിനാ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ഈയിടെയായിട്ട് ഞാൻ പുറത്തു പോകാൻ സമയത്തൊക്കെ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ മേക്കപ്പ് ഞാൻ ഫൗണ്ടേഷൻ എന്തായാലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എപ്പോഴും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ സാധാരണ എല്ലാ പ്രാവശ്യവും അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ന്യൂട്രിഡേമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈമറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നീട് ഇത് ഓൾ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കുക. ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഫേസിലൊന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണ്. ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് കിട്ടുന്നത്. ഇനി ഞാനൊരു ലിപ് ബട്ടർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് നിവിയയുടെ ലിപ് ബട്ടർ ആണ് ഇൻ ദ ഷെയ്ഡ് റാസ്ബെറി റോസ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തത്. ഇപ്പോൾ നിങ്ങൾ ഡേ ടൈമിലാണ് പുറത്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടേ പുറത്തേക്ക് പോവുള്ളൂ. അത് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മേക്കപ്പ് ഒക്കെ എത്ര അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അതിലൊന്നും കാര്യമില്ല. നമ്മുടെ സ്കിന്നിനെ ആദ്യം പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എപ്പോഴും മെഡിക്കേറ്റഡ് സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൻ ടൈപ്പും ഒക്കെ നോക്കിയിട്ട് ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് തരും നമുക്ക് ഏത് സൺസ്ക്രീൻ ആയിരിക്കും സൂട്ടബിൾ ആയിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനും സൺസ്ക്രീൻ മേടിച്ച് ഞാൻ മെഡിക്കേറ്റഡ് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. നമ്മൾ സാധാരണ ഇപ്പോൾ മാർക്കറ്റ്സിൽ ഒത്തിരിയും സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊക്കെ ആ ഒരു പ്രൊട്ടക്റ്റിംഗ് ഫാക്ടർ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും ഇറ്റ്സ് ബെറ്റർ ടു യൂസ് എ മെഡിക്കേറ്റഡ് സൺസ്ക്രീൻ. ഈ ഒരു മേക്കപ്പ് ലുക്കിനായിട്ട് ഞാൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഫൗണ്ടേഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് Maybelline ന്യൂയോർക്ക് ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആണ്. ഒരൊറ്റ ഡ്രോപ്പ് ഫൗണ്ടേഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രോപ്പ് ഫൗണ്ടേഷൻ കൊണ്ട് ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫേസ് നോക്കിയാൽ കാണാം. എൻ്റെ ഫേസിൽ ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്. പിന്നീട് നോക്കിക്കേ ഇവിടെ ഒരു ആക്റ്റീവായിട്ട് ഒരു ആക്നെ നിൽക്കുന്നുണ്ട്. ഒത്തിരി ഇങ്ങനെ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ എല്ലാം കവർ ചെയ്യണം എന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കണ്ടാലും പ്രശ്നമില്ല. കാരണം ഇതൊക്കെ വളരെ നാച്ചുറലാണ്. ഇപ്പോൾ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു ചോയ്സാണ്. ഇപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം ചെയ്യുക, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് ചെയ്യുക. ഞാൻ ചെറുതായിട്ടൊന്ന് സ്പോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്തായാലും ആ ഒരു സിംഗിൾ ഡ്രോപ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ എന്തായാലും ബേസ് കഴിഞ്ഞു. ഇനി ഐസിൻ്റെ ഏരിയയിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മേക്കപ്പ് റെവല്യൂഷൻ്റെ പാലറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്നുമാണ് ഞാൻ എൻ്റെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. എൻ്റെ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞാൻ അല്പം എടുത്തു. എന്നിട്ട് ഞാനൊന്ന് എൻ്റെ ഐലിഡ്സിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് വളരെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അത് കാരണം തന്നെ ഞാൻ ബേസ് ആയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തത്. അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഫ്ലോലെസ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത ഷെയ്ഡിൽ നിന്നും കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡാണ്. അപ്പോൾ എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡാണ്. അടുത്തതായിട്ട് ഞാനൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു കാജൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് ഷുഗറിൻ്റെ കാജലാണ്. ഐയുടെ താഴത്തെ പോർഷനിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി മസ്കാര അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നൈക്കയുടെ കേൾ പവർ മസ്കാരയാണ്.
ഐബ്രോ ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നൈക്കയുടെ മൈക്രോ ഫൈൻ പെൻസിലാണ്. ലിപ്സിൽ ഞാൻ നൈക്കയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മദ്രാസ് കാപ്പി എന്ന് പറയുന്ന ഷെയ്ഡാണ്. കെ ബ്യൂട്ടിയുടെ മാറ്റ് ബ്ലഷ് ആണ് ഞാൻ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സ്വീറ്റ് സാൽമൺ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞ് തന്ന് ചെയ്തത് കൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. അല്ലെങ്കിൽ ഇത്ര പോലും സമയം എടുക്കില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. ഈ മേക്കപ്പ് ലുക്കാണ് ഞാൻ ഈയിടെയായിട്ട് എപ്പോഴും പുറത്ത് പോകുമ്പോൾ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ ആൻഡ് ഈസി മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്രോഡക്ട്സിന്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഒരു കാര്യം കൂടി അറിയിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഞങ്ങളുടെ ബൊട്ടീക് പവില ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനൊക്കെ കാരണം ക്ലോസ് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഓൺലൈൻ സെയിൽസ് എടുക്കുന്നുണ്ട്. പവിലയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. ഞങ്ങൾ റെഗുലർ ആയിട്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഓർഡേഴ്സും എടുക്കുന്നുണ്ട്. ഇനി ഒത്തിരി പുതിയ ഓണം കളക്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പവില ബൈ അനുരാധ എന്നുള്ള യൂട്യൂബ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.